വിച്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ സ്വീകരിക്കുക. റെസനേറ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഇതിൽ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക. നമ്മളിവിടെ ആദ്യം നോക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇമോഷണൽ ആയിട്ടുള്ള ലോസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ലോസ് ഒക്കെ ആയിരിക്കാം. ഇതിൽ നിന്നെല്ലാം ചില പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ലെസൺസ്, അതായത് നിങ്ങൾ കുറച്ച് ലെസൺസ് ലേൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിലാണ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ സ്വയം അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇതിൽ നിന്നെല്ലാം ഒരു പ്രയാസം നമ്മളുടെ ലൈഫിലേക്ക് വരുമ്പോൾ, ഒരു ചാലഞ്ച് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് നിങ്ങൾ പഠിച്ചു. അതിനു മുൻപ് ആ ഒരു ലോസ് അല്ലെങ്കിൽ ആ ഒരു നഷ്ടം അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അതിന് നിങ്ങൾ സ്വയം നിങ്ങളോട് ഗ്രേറ്റ്ഫുൾ ആവുക. അതുപോലെ തന്നെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കൂടാതെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം അനലൈസ് ചെയ്യാനും നിങ്ങൾക്ക് എന്തു മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത് എന്ന് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിലവിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ എന്താണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഗ്രേറ്റ്ഫുൾ ആവുക. അതുപോലെ ചില റിലേഷൻഷിപ്പിലുള്ള ലോസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ലോസിലൂടെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്കൊരു ഇമോഷണലി ഒരു സ്ട്രഗിൾ നിങ്ങൾ അനുഭവിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റിയ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി, അതായത് നിങ്ങൾക്ക് എന്തും തുറന്നു പറയാനും നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. അതിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുക. ഇനിയും നിങ്ങളുടെ മുന്നിൽ അവസരങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് റിയലൈസേഷൻ ലഭിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് അപ്രിഷിയേറ്റ് ചെയ്യുന്നത്, അതായത് നിങ്ങളിൽ എന്തൊക്കെ ഗുണങ്ങളാണ് നിങ്ങളുടെ വ്യക്തി കാണുന്നത്. ഇതിൽ ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങൾ ചിലപ്പോൾ ഒരു ടീച്ചർ ആയിരിക്കാം, ഒരു മെന്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൗൺസിലർ ആയിരിക്കാം. ടീച്ചർ എന്ന് പറയുമ്പോൾ സ്കൂൾ ടീച്ചർ തന്നെ ആവണമെന്നില്ല. ഒരു അഡ്വൈസ് കൊടുക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ആർട്ട് ഫോം, അല്ലെങ്കിൽ അങ്ങനെ എന്ത് ഒരു കാര്യമാണെങ്കിലും പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ഒരു വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ഈ ഒരു ഗുണം തന്നെയാണ് അവർ ആദ്യമായിട്ട് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് വളരെയധികം വിസ്ഡം ഉണ്ട് എന്നവർ മനസ്സിലാക്കുന്നു. വളരെ ഇന്റലിജന്റ് ആണ് നിങ്ങളെന്ന് മനസ്സിലാക്കുന്നു. ലൈഫിൽ നിന്ന് ഒരുപാട് ലെസൺസ് ഉൾക്കൊണ്ട വ്യക്തിയാണ് നിങ്ങളെന്നും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു എന്നും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതില് ചില ആളുകളെല്ലാം സ്പിരിച്വൽ ടീച്ചേഴ്സ് ആയിരിക്കാം, അതായത് സ്പിരിച്വലി വേണ്ട ഗൈഡൻസ് കൊടുക്കാൻ കഴിയുന്ന ആളുകളായിരിക്കാം. ആ ഒരു നിങ്ങളുടെ ഒരു കഴിവിനെ നിങ്ങളുടെ വ്യക്തി അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ചില വ്യക്തികള് ഒരു കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ആ ഒരു ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ ഫാമിലിയോടുള്ള ഒരു ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റിനെ അവര് റെസ്പെക്ട് ചെയ്യുന്നു, വാല്യൂ ചെയ്യുന്നു. അതുപോലെ നിങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പും വളരെയധികം ട്രസ്റ്റ്ഫുൾ ആണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. ലൈഫിൽ എന്തൊക്കെ ചാലഞ്ചസ് വരുമ്പോഴും, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനിടയിൽ എന്തൊക്കെ ചാലഞ്ചസ് വരുമ്പോഴും നിങ്ങളുടെ തീരുമാനം ഒരു ഉറച്ച തീരുമാനമാണ്. ആ ഉറച്ച തീരുമാനവുമായി നിങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നതിൽ അവർ വളരെയധികം നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ലൈഫിൽ എന്തൊരു പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട്, അതുപോലെ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കരിയർ,
ഫിനാൻസ്, അങ്ങനെ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള, അതിനിടയിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പും എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുള്ളതായിട്ടും അവർ കാണുന്നു. അതും അവർ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇനി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്? അതിനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 2 ഓഫ് വാൻഡ്സ് ആണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതുവരെ നിങ്ങൾ കൃത്യമായ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല, നിങ്ങളുടെ വ്യക്തിയും. അതായത് ഒരു കമ്മിറ്റ്മെന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിൽ ഒരു വ്യക്തി അവരുടെ പേഴ്സണൽ ഗോളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ കരിയർ, അവരുടെ ഫിനാൻസ്, അത് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തൊരു വ്യക്തി ഇതിൽ അവോയ്ഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരു വ്യക്തി റിലേഷൻഷിപ്പിൽ കാര്യമായിട്ട് എഫേർട്ട് ഇടുന്നില്ല, മറ്റൊരാൾ ആ എഫേർട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നു. അത് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ഇതുവരെ ഒരു തീരുമാനത്തിലെത്താനോ അതുമായി സംബന്ധിച്ച ഒരു ചർച്ചയോ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ഇംപ്രൂവ്മെന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണ്ട ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ മുന്നോട്ട് പോവേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു കൃത്യമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ട പ്ലാനിങ് നിങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ മനോഹരമാക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ലഭിക്കാൻ, അതായത് ഒരു വ്യക്തി ഇത് കാര്യമായി ശ്രദ്ധിക്കുന്നില്ല, അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ആ ഒരു ടുഗദർനെസ് ഉണ്ടാവാൻ, ആ ഒരു നിങ്ങളുടെ ഇടയിൽ ഒരു ബാലൻസ് ഉണ്ടാവാൻ, ഒരു ഇമോഷണൽ ബാലൻസ് ഉണ്ടാവാൻ, ഒരു ലവ് ഉണ്ടാവാൻ എല്ലാം ഒരു യാത്ര നിങ്ങൾക്ക് വളരെ അനിവാര്യമായിട്ട് കാണുന്നുണ്ട്. എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോവുക. യാത്രകൾ പലപ്പോഴും നമുക്ക് വളരെയധികം റിലീഫ് തരുന്നതാണ്, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊന്നിച്ചുള്ള യാത്രകൾ. അപ്പോൾ അവർക്കും അവരുടെ മറ്റ് പേഴ്സണൽ ഗോളുകളിൽ നിന്ന് കുറച്ച് മാറി നിങ്ങൾക്കായിട്ട് ഒരു മൊമെന്റ് സൃഷ്ടിക്കാനായിട്ട് കഴിയും. അപ്പൊ ആ ഒരു യാത്രയിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് തമ്മിൽ മനസ്സിലാക്കാനും, അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ പരസ്പരം തുറന്നു പറയാനും എല്ലാം ഒരു അവസരമാണ്. ഒന്ന് റിലീഫ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലാണ്. ഇപ്പോൾ നിങ്ങളും ഏതെങ്കിലും തരത്തിലൊരു ഈഗോ ആയിട്ട് മാറി നിൽക്കുന്നതാണെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ വളരെ അത്യാവശ്യമാണ്. അതാണ് ഇതിൽ വേണ്ട ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് കാണുന്നത്. ഇനി ഈ റിലേഷൻഷിപ്പിന്റെ ഗോൾ എന്താണ് എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഒന്നിച്ച് ചെയ്യേണ്ട ഈ ഗോൾ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് സോർട്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ വളരെയധികം കോൺഫ്ലിക്റ്റ്, അതുപോലെ തർക്കങ്ങള്, വാഗ്വാദങ്ങള് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ രണ്ടുപേരും വിട്ടുകൊടുക്കാതെ, അതായത് നിങ്ങളുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ നിന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലൈഫ് ഗോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഈ ചെറിയ ചെറിയ തർക്കങ്ങളിലുള്ള വിജയമല്ല. ശാശ്വതമായിട്ടുള്ള ഒരു വിജയം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ വിജയമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനിടയിൽ ഇത്തരം ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു തർക്കങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നിലവിൽ നിങ്ങളുടെ തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനും അത്യാവശ്യമാണ്. നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ വളരെ രമ്യമായി സംസാരിച്ച് പരിഹരിക്കുക. ഈ തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും സൂക്ഷിക്കുക. അത് വീണ്ടും വീണ്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കൂടുതൽ ഹേർട്ട് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ച് അനുകമ്പാപൂർവമായിട്ട് നിങ്ങൾ സംസാരിക്കുക. കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പോലെ, അതുപോലെ പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിനെ തന്നെ കുത്തി പറയാതെ അതിൽ കൂടുതൽ സംസാരിച്ച് കൂടുതൽ വഷളാവാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതല്ല നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്നിച്ച് നല്ലൊരു ഫ്യൂച്ചറാണ് ഉണ്ടാവേണ്ടത്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ രമ്യമായി നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നമുക്കൊരു ഇൻസ്റ്റെബിലിറ്റി ആണ്
കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ഇല്ലാത്തതും കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ലാത്തതും എല്ലാമാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭാവിയിലേക്ക് എന്തൊക്കെ വേണമെന്ന് ഒരു പ്ലാൻ ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക എന്നാണ് അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക.